ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് +2 ചാനൽ. ഇന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണല്ലോ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഈ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസില് എങ്ങനെയാണ് ഈ താലിമൈഡിൽ നിന്ന് അമീൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഏരിയയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു പോയിന്റും വിടാതെ പഠിച്ചോ. ഇപ്രാവശ്യത്തെ നിങ്ങളുടെ പബ്ലിക് എക്സാമില് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്നൊരു ചോദ്യം ഉറപ്പാ, പഠിച്ചോ. എന്താടാ താലിമൈഡ് എന്ന് പറഞ്ഞാൽ? എന്താ ബെൻസീൽമേൽ എന്താണ് ഒരു 2 ബോണ്ട് വന്നിട്ട് അതിൽ C ഡബിൾ ബോണ്ട് O എന്ന് NH വരുന്നതിനാണ് എന്ത് വിളിക്കുക? താലിമൈഡ് എന്ന് വിളിക്കുക. വെൻ താലിമൈഡ് റിയാക്ട് വിത്ത് എത്തനോളിക് KOH അല്ലെങ്കിൽ ആൽക്കഹോളിക് KOHുമായിട്ട് ഈ താലിമൈഡ് റിയാക്ഷനിൽ വിധേയമായി കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ, എന്താ സംഭവിക്കാൻ നോക്കിക്കോ. ഇവിടുത്തെ ഈ H ഉണ്ടല്ലോ, ഇത് ഈ OHുമായിട്ട് കൂടി ചേർന്ന് എന്തായിട്ട് മാറുമെടാ? H2O ആയിട്ട് മാറി. എന്തായിട്ട് മാറിയടാ? H2O ആയിട്ട് മാറിപ്പോയി, അവിടുന്ന് ഒഴിഞ്ഞു പോയി. അപ്പൊ ഈ K വന്ന് എന്ത് ചെയ്യും? ഈ Nനെ കൂടെ കൂടി കൊടുക്കും. അപ്പൊ എന്താ പ്രൊഡക്റ്റ്? ഇതാ, വരച്ചോ. ആദ്യം ബെൻസീൻ റിങ്ങിന് അങ്ങ് വരക്ക. ഇവിടെ C ഡബിൾ ബോണ്ട് O, ഇവിടെ എന്താടാ? C ഡബിൾ ബോണ്ട് O. ഇവിടെ എന്ത് വരുടാ? NK എന്ന് വരും. ഇതിനെന്താ വിളിക്കുക? ഇവിടെ നോക്ക്, ഇത്രയും ഇവിടെ H വന്നപ്പോ താലിമൈഡ് ആയിരുന്നു, ആ H മാറി ആരായി? K ആയല്ലേ. സോ പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് എന്ന് വിളിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കടാ. അടുത്ത സ്റ്റെപ്പ് നോക്ക്. നമ്മളെ കയ്യിലുള്ള ആരാ ഉള്ളത്? പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് അല്ലേ? പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇതെന്ത് ചെയ്യാണ് സാർ? എന്ത് ചെയ്യാണ്? ഇതിലേക്ക് C2H5Cl എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ആരാ ആഡ് ചെയ്യുന്നത്? C2H5Cl. ഇവിടെ നോക്ക്, ഒരു K ഇല്ലേ? ഈ K വന്നിട്ട് ഈ Cl കൂടി ചേർന്ന് എന്തായിട്ട് പോടാ? KCl ആയിട്ട് എന്ത് ചെയ്തു? അതിന്ന് റിമൂവ് ആയി പോയി. പിന്നെ ആരുണ്ട്? C2H5. അവനെന്ത് ചെയ്യില്ല, ഈ Nനെ ഒറ്റക്ക് നിൽക്കാൻ സമ്മതിക്കൂല. അവൻ Nന്റെ കൂടെ കൂടി ചേർന്ന് എന്തായിട്ട് മാറും? നോക്കിക്കോ. C ഡബിൾ ബോണ്ട് O. ഇവിടെ എന്തുണ്ട്? N ഉണ്ട്. ഇവിടെ C ഡബിൾ ബോണ്ട് O. ഇവിടെ N ഉണ്ട്. ഇവിടെ എന്ത് വരും? C2H5 എന്ന് വരും. എന്താ വരടാ? C2H5 എന്ന് വന്നു. NC2H5 എന്ന് വന്നില്ലടാ. സോ നോക്ക്. ഇതിലേക്ക് സാർ എന്ത് ചെയ്യാണ്? വാട്ടർ മോളിക്യൂളിന് ആഡ് ചെയ്യാണ്. എന്താണ്? വാട്ടർ മോളിക്യൂളിന് ആഡ് ചെയ്യാണ്. ആരാഡ് ചെയ്യുന്നതാ? വാട്ടർ മോളിക്യൂൾ. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H പ്ലസും OH മൈനസും അല്ലേടാ? H പ്ലസും OH മൈനസും അല്ലേ? ദാ ഇവിടെ എന്ത് വരും? OH മൈനസ്. ഇവിടെ H ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ H, ഇവിടെ എന്തായിടാ? OH ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും നോക്ക്. ആദ്യം ഒരു ബെൻസീൻ റിങ് വരക്കുക. ഇവിടെ C ഡബിൾ ബോണ്ട് O. ഇതിലേക്ക് ആരാ വരുന്നത്? ഒരു OH. ഇവിടെ ആരാടാ? C ഡബിൾ ബോണ്ട് O. ഇവിടേക്ക് ആരാ വരുന്നത്? OH പ്ലസ്. എന്താ ഉള്ളത്? C2H5. പിന്നെ ആരുണ്ട്? ഒരു NH2 ഉണ്ട്. ഇതല്ലടാ നമ്മുടെ അമീൻ എന്ന് പറയുന്നത്. ഇതെന്താ? C2H5NH2 അഥവാ ഒരു അമീൻ നമുക്ക് എന്ത് ചെയ്തു? ലഭിച്ചു. സോ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ഒന്നും കൂടി നോക്കടാ. എന്താടാ ഗബ്രിയൽ താലിമൈഡ് എന്ന് പറഞ്ഞാൽ? ഒരു താലിമൈഡ് എന്ത് ചെയ്യാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഒരു KOHുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ വാട്ടർ റിമൂവ് ചെയ്ത് പൊട്ടാസ്യം സാൾട്ട് ഓഫ് താലിമൈഡ് ആയിട്ട് മാറും. അതെന്താ? അതിനെ വീണ്ടും സാർ എന്ത് ചെയ്യാണ്? C2H5Clുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ KCl റിമൂവ് ചെയ്തിട്ട് ഇവിടെ എന്താ? നോർമൽ ഈഥൈൽ എന്താ താലിമൈഡ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. അതിനെ വീണ്ടും വാട്ടർ വെച്ച് ഹൈഡ്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ ഇതെന്താടാ? കാർബോക്സിലിക് ആസിഡ് അല്ലേ? കാർബോക്സിലിക് ആസിഡും അതുപോലെ അമീനും നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കരുത്. 5ൽ 3 മാർക്ക് വരെ എന്ത് ചെയ്യാം? ഈ ഒരൊറ്റ ചോദ്യത്തിൽ ചോദിക്കുക. അല്ലെങ്കിൽ 1 മാർക്കിൽ എന്ത് ചെയ്യുക? ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? ചോദിക്കുക. അതൊക്കെ ചോദിക്കുക. സോ 3 മാർക്ക് വരെ ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കരസ്ഥമാക്കുക. സോ അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. സോ താങ്ക് യു.